ക്രൈസ്തവ സഭയിലെ ഏറ്റവും ശക്തനായ കാവൽക്കാരൻ, തിന്മയുടെ ശക്തികളെ തകർക്കാൻ വിശ്വാസികൾ ആശ്രയിക്കുന്ന വലിയ മധ്യസ്ഥൻ. അതാണ് നാർസിയായിലെ വിശുദ്ധ ബെനഡിക്റ്റ്. AD 480 ഇറ്റലിയിൽ ജനിച്ച ബെനഡിക്റ്റ് റോമിലെ അധാർമിക ജീവിതങ്ങൾ കണ്ടു മടുത്ത് സന്യാസ വഴി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിയമങ്ങൾ ഇഷ്ടപ്പെടാത്ത ചിലർ വിഷം നൽകി അദ്ദേഹത്തെ വധിക്കാൻ നോക്കി. എന്നാൽ വിഷം കലർത്തിയ വീഞ്ഞിൻ്റെ കപ്പിന് മുകളിൽ അദ്ദേഹം കുരിശടയാളം വരച്ചപ്പോൾ ആ കപ്പ് തകർന്നുപോയി. മറ്റൊരു സന്ദർഭത്തിൽ വിഷം പുരട്ടിയ അപ്പം നൽകിയപ്പോൾ ഒരു കാക്ക വന്ന് അത് കൊത്തി ദൂരേക്ക് കളഞ്ഞു. ഈ ദൈവിക സംരക്ഷണത്തിനു ശേഷമാണ് അദ്ദേഹം യൂറോപ്പിലുടനീളം പ്രശസ്തമായ ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നത്. ബെനഡിക്റ്റിൻ മെഡൽ. മുൻവശം. തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ബെനഡിക്റ്റിൻ മെഡൽ. ഇതിൻ്റെ മുൻവശത്ത് ഒരു കൈയിൽ കുരിശും മറുകൈയിൽ സന്യാസ നിയമ പുസ്തകവുമായി നിൽക്കുന്ന വിശുദ്ധൻ്റെ രൂപമാണുള്ളത്. ഇരുവശങ്ങളിലുമായി ആ വിഷപാത്രവും കാക്കയും കാണാം. മെഡലിൻ്റെ പിൻവശം. പ്രാർത്ഥനകൾ. മെഡലിൻ്റെ പിൻവശത്തുള്ള വലിയ കുരിശിനു ചുറ്റും ലത്തീൻ ഭാഷയിലുള്ള ചില രഹസ്യ അക്ഷരങ്ങൾ ഉണ്ട്. അവ വലിയ പ്രാർത്ഥനകളാണ്. CSSML. വിശുദ്ധ കുരിശ് എനിക്ക് പ്രകാശമായിരിക്കട്ടെ. NDSMD. പിശാച് എനിക്ക് വഴികാട്ടിയാകാതിരിക്കട്ടെ. PAX. സമാധാനം. ഇനി കുരിശിന് ചുറ്റുമുള്ള അക്ഷരങ്ങൾ സാത്താനെ ഓടിക്കുന്ന ശക്തമായ പ്രാർത്ഥനയാണ്. VRSNSMV. സാത്താനെ, നീ ദൂരെ പോവുക, വ്യർത്ഥമായ പ്രലോഭനങ്ങൾ എനിക്ക് നൽകരുത്. SMQLIVB. നീ വെച്ചു നീട്ടുന്നത് തിന്മയാണ്, നിന്റെ വിഷം നീ തന്നെ കുടിക്കുക. അപകടങ്ങളിൽ നിന്നും സാത്താനിക പ്രലോഭനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഈ വിശുദ്ധൻ്റെ തിരുനാൾ ജൂലൈ 11 സഭ ആഘോഷിക്കുന്നത്. തിന്മകളിൽ നിന്നുമുള്ള കാവലിനായി നമുക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം.